അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴയും തണുപ്പൊക്കെ ആയിട്ട് ഒരിടത്ത് പോകാനൊരു പ്രത്യേകിച്ച് മൂഡൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രം വരെ പോകാനുള്ളൊരു ആവശ്യമുള്ളതുകൊണ്ട് പോയല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെ പോയതാണ്. ഭയങ്കര മഴയും കാരണം അപ്പോൾ അവിടെ വെച്ച് ഈ പ്രോപ്പർട്ടിയെ കണ്ടുമുട്ടി. ഒരാളെ കാണിച്ചു തരാൻ നിങ്ങൾക്ക്. വളരെ കോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് ചളു അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ആ പ്രോപ്പർട്ടിയും തൂക്കി പിടിച്ചോണ്ട് അടുത്ത പോക്ക് ഞങ്ങൾക്ക് പോകേണ്ട വലിയ ശാല അങ്ങനെ എന്തോ സംതിങ് സ്ഥലം കേട്ടോ. വലിയ ശാലയിലാണ് പോകുന്നത്. പക്ഷെ എന്റെ കൂടെ വന്ന് ഈ രണ്ടുപേരും ക്യാമറാമാൻ ഉൾപ്പെടെ ഒന്നും അറിയില്ല. വലിയ ശാല അന്വേഷിച്ച് ഞങ്ങള് എവിടേക്ക് വഴി. ഇവളാണ് മേപ്പോട്ട് പോണത്. നമ്മൾ പോകും ഗായ്സ്, നമ്മൾ പോയിരിക്കും. അവസാനം ഡോറ പോയതുപോലെ ആവുമെന്ന് തോന്നുന്നു. എന്താണ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ? ഡോറയ്ക്ക് മന്ദബുദ്ധിയായ ബുജ്ജിയായിരുന്നു, പക്ഷെ ഇവർക്ക് ബുദ്ധിമതിയായ അപർണയാണ്. അങ്ങനെ ഒരു സ്ഥലം 2 വട്ടം ചുറ്റിക്കറങ്ങിയിട്ടാണ് ഞങ്ങൾ അവസാന സ്ഥലത്തെത്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബസ്സൊക്കെ പിടിച്ചെത്തിയപ്പോഴത്തേക്കും വിശപ്പ് തുടങ്ങി. പിന്നെ ഒരു കടയിൽ കയറി ഒരു പപ്സും ലൈമൊക്കെ കുടിച്ച് കഴിഞ്ഞു. പുതിയ ഒരു ബൈക്കിൻ്റെ ഞങ്ങൾ ഫസ്റ്റിൽ ട്രൈ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും കഴിച്ചിട്ട് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ബേക്കറിയിൽ നിന്ന് കണ്ട് കൗതുകം തോന്നി എടുത്തേട്ടോ. പക്ഷെ സംഭവം കിടില്ലായിരുന്നു. ആ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഫ്ലേറ്റായി. ഇത് ഞങ്ങൾ നേരത്തെ കാണാതെ പോയി നോർത്തു. പിന്നെ അതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.